അത് ഞാൻ ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം കൊടുക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് അവർ വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്യാബിനറ്റ് കൂടിയെടുത്ത തീരുമാനത്തിന്റെ പിൻബലത്തിൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ ക്യാബിനറ്റ് നടപടിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി മന്ത്രിമാരുടെ യോഗം ചേർന്നു. പിന്നെ PRS വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി. പാലക്കാട് മാത്രമായിരുന്നു പ്രാഥമിക സംഘങ്ങൾ. അവയെല്ലാം സിവിൽ സപ്ലൈസിന്റെ സപ്ലൈകോയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇതുവരെ 52 കോടി രൂപ ഈ പാക്സിന് പ്രൈമറി സംഘങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആ തുക കൺസോർഷ്യം കൊടുക്കും. SBI കാനറ ബാങ്ക് കൺസോർഷ്യവുമായിട്ട് നമ്മൾ ചർച്ച നടത്തി. നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുകൂടി ആ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോ അതിനകത്തുള്ള തീരുമാനം പൂർണ്ണമായി എല്ലാവർക്കും പണം ഉടൻ തന്നെ വിതരണം ചെയ്യാൻ പറ്റും. പാലക്കാട് നെൽകർഷകർ ഒരു വലിയ തടസ്സമായിട്ട് നിന്നിട്ട് എല്ലാ തടസ്സങ്ങളും നീക്കി. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്പെഷ്യൽ ഗൗശാലയിലുണ്ടായ സ്ഫോടനത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക്, അതായത് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടവരുടെ ആശ്രിതർ, അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീര ഭാഗങ്ങളുടെ DNA പരിശോധനയിൽ കണ്ടെത്തിയവരുടെ ആശ്രിതർ എന്നിവർക്ക് എല്ലാവർക്കും 14 ലക്ഷം രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു. ഓരോ വകുപ്പിന് കീഴിലും പ്രവർത്തിക്കുന്ന വിവിധ ബോർഡ് കോർപ്പറേഷനുകളിൽ മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായി ഇപ്പോഴും തുടർന്നു വരുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരെ തൽസ്ഥാനത്ത് നിന്നും നിയമാനുസൃതമായി മാറ്റുന്നതിന് സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്രകാരം വരുന്ന ഒഴിവുകളിൽ നിയമാനുസൃതം പുതിയ നിയമനങ്ങൾ നടത്തും. അന്തരിച്ച നവീൻ ബാബുവിന്റെ സഹധർമ്മിണി ശ്രീമതി മഞ്ജുഷയുടെ നിവേദനം പരിഗണിച്ച് കണ്ണൂർ ജില്ലാ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണകാരണത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മകൾ കുമാരി നിരഞ്ജന നായർക്ക് പ്രത്യേക കേസായി പരിഗണിച്ച് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ തീരപ്രദേശത്തെ കടലിൽ 2026 ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പിന്നെ ഇന്ന് സഭയിൽ വെച്ച വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും, സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെന്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിന്റെ GSDPയുടെ 35.5%. ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളതുകൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSDPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2ഉം ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81. അപ്പൊ കേരളത്തിന്റേത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSDP തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിന്റെ പലിശ ചെലവ് വരുമാന ചെലവിന്റെ മൊത്തമുള്ള വരുമാനത്തിന്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ 17.73% വരും. ദേശീയ ശരാശരി
11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. വികസന ചെലവ് ആകെ ചെലവിന്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിന്റെ? അപ്പൊ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, മറ്റേ മനസ്സിലായ പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റത് നേരെ 39.9 നമ്മുടെ ആവുമ്പോൾ 63.5 അവര് വികസന കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSDPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിന്റെ ഒരു 1.34% മാത്രമേ വരുന്നു. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോൾ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് നിലവിലുള്ള പ്ലാൻ. അതുമല്ല ഞങ്ങൾ ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല. 15,000 കോടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പൊ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടും. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ്. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവര് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോൾ 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പാണ്. അടുത്ത് അപ്പോൾ പിന്നെ അത്